ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലാണ്. പഴയ ബോട്ട് കെട്ടിയൊക്കെ പോയിട്ടാ ഇപ്പൊ ടെർമിനലായി. അടാറ് സാധനങ്ങള് കണ്ട ഹൗസ് ബോട്ടിന്റെ മാതൃകയിലാണ്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഞാന് ഈ വാട്ടർ മെട്രോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ടെർമിനൽസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു നോക്കാനായിട്ട് കയറിയതാണ്. സത്യത്തിൽ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ എന്താണെന്നറിയോ? ഇതിന്റെ നീറ്റ്നെസ് എത്ര ക്ലീൻ ആയി കിടക്കുന്നറിയോ? പരിസരമൊക്കെ അടിപൊളിയായി കിടക്കണം. ഇനി ഇത് നമ്മുടെ മലയാളികൾ ഇത് നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. മലയാളികളെക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഇതിനകത്ത് കയറിയപ്പോഴേ നമ്മുടെ KSRTC ബസ്സിലെ കണ്ടക്ടറെ ഒരു 40ഓളം വരുന്ന വയോജനങ്ങളുടെ ഒരു സംഘത്തിന് KSRTC ബസ്സിൽ ടൂർ അറേഞ്ച് ചെയ്തിട്ട് അത് കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് മട്ടാഞ്ചേരിയെ കുറിച്ചുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാലം മാറിപ്പോയ പോക്കുണ്ട്. നമ്മുടെ നാട് എത്രത്തോളം മാറി നോക്കിയേ. KSRTC ബസ്സിലെ കണ്ടക്ടർ ഇതുപോലെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് അവർക്ക് മട്ടാഞ്ചേരിയെ കുറിച്ചുള്ള ഗൈഡൻസ് കൊടുത്ത് അവരെയും കൊണ്ട് പോകുന്ന സീനാണ് ഈ കാണുന്നത്. ഇവരെല്ലാം ബോട്ടിൽ യാത്ര ചെയ്തിട്ടേ നമ്മുടെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇവിടുത്തെ സിനഗോഗും ഡച്ച് പാലസും ഒക്കെ കണ്ട് മടങ്ങാനുള്ള പരിപാടിയാണ്. തൊടുപുഴയെന്ന് വന്ന ആളുകളാണ് ഇവര്, വയോജനങ്ങളാണ്. എന്തായാലും അടിപൊളി വൈബാണ് ഇവിടെ. കാരണം മട്ടാഞ്ചേരിയിൽ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലും കാര്യങ്ങളൊക്കെ ഷിപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടാ. അതേപോലെ തന്നെ ഈ ഷിപ്പ് യാർഡ് അടുത്താണ്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. കപ്പലുകൾ, ഫിഷിംഗ് ബോട്ടുകൾ എല്ലാം കണ്ടുകൊണ്ട് ഇവിടെ നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞാലേ അരമണിക്കൂർ ഇടവിട്ട് എന്തുകൊണ്ടും ബോട്ടുണ്ട്. ഇത് പോകുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ് ടച്ച് ചെയ്തിട്ട് നേരെ ഹൈക്കോർട്ടിലേക്കാണ്. ഈ ഹൈക്കോർട്ടാണ് വാട്ടർ മെട്രോയുടെ മെയിൻ ടെർമിനൽ എന്നുള്ളത്, മനസ്സിലായ? അവിടെ നിന്നാണ് പല സ്ഥലത്തേക്കും പോകുന്നത്. ഇവിടുന്ന് ആകെ വില്ലിംഗ്ടൺ ഐലൻഡ്, പിന്നെ നേരെ ഹൈക്കോർട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ ലഭിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു രൂപരേഖ. സംഭവം അടിപൊളിയാണ് കണ്ടോ. ഏതാണ്ട് ഹൗസ് ബോട്ടിന്റെ മാതൃകയിലാണ് ഈ സംഭവം പണിതേക്കുന്നത്. ഏറ്റവും രസം എന്ന് പറഞ്ഞാലേ ഇത്രയും ഡീസന്റ് ആയിട്ട് കൈകാര്യം ചെയ്തേക്കണ കണ്ടോ. ഉള്ളൊക്കെ കാണുവർ തിളങ്ങണേ. അതുകൂടാണ്ടേ ഇവിടെ നമുക്ക് ഈ സ്നാക്സും അത് ഇതൊക്കെ ഈ പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ട. ഈ മെഷീനൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തൂടിയ സംഭവം വരും.